അപ്പൊ ഇന്ന് നമ്മുടെ ഹാദിമോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിന്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. ആള് ഹാപ്പി ആയിട്ട് കളർ ഡ്രസ് ഒക്കെ ഇട്ട് സ്ട്രീറ്റ്സ് ഒക്കെ ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. 11 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു സമയത്ത് എന്റെ ഡെലിവറി ഒക്കെ റാഹത്തായിട്ട് കഴിഞ്ഞല്ലോ എന്നൊരു സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നെങ്കിൽ 11 വർഷങ്ങൾക്ക് ഇപ്പുറം മാഷാ അല്ലാഹ് ഇന്ന് ഞാൻ 8th month പ്രഗ്നന്റ് ആണ്. എന്താലേ. അങ്ങനെതാ അവര് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ വൈകിട്ട് ഒരുപാട് ബർത്ത്ഡേ വിശേഷങ്ങളായിട്ടായിരിക്കും ലാൻഡിങ്. ഇനി നമുക്കൊട്ടും സമയം കളയാനില്ല, പെട്ടെന്ന് റെഡി ആയിട്ട് ഷോപ്പിലേക്ക് പോവാം. അങ്ങനെതാ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്നെ ഷോപ്പിലാക്കിയിട്ട് നമ്മുടെ മുതലാളി പോവുകയാണ് കേട്ടോ. നമ്മൾ രാത്രി ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് എത്തിയപ്പോഴേക്കും സർ ഹാദി ട്യൂഷനും മദ്രസയും ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മള് ആളറിയാണ്ട് സർപ്രൈസ് ആയിട്ട് കരുതി വെച്ച ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡും ഒപ്പം നല്ല സന്തോഷവും കേട്ടോ. രണ്ടും കലർന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഫേസിൽ കാണുന്നത്. ആൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള വാച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഹാദിക്കാണ് ഗിഫ്റ്റ് കിട്ടുമെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന സയാനോ ഹാപ്പിയാണ്. അതിലെ റീസൺ എന്താണെന്നറിയോ? ഇവർ തമ്മിൽ 1 വയസ്സിന്റെ ഡിഫറൻസ് ആണുള്ളത്. അതുകൊണ്ട് ഹാദി ജനിച്ചത് മുതൽ ഇവരുടെ ആരുടെ ബർത്ത്ഡേ വന്നാലും സെയിം ഗിഫ്റ്റ് രണ്ടുപേർക്കും വാങ്ങിക്കും. അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഉമ്മയുടെ സ്പെഷ്യൽ കുഴിമന്തിയും കഴിച്ച് ഇന്നത്തെ ദിവസം മാഷാ അല്ലാഹ് നല്ല ശുഭ പര്യവസാനമായി.